വെക്കേഷനായിട്ട് ഇതുവരെ വീട്ടിൽ കുറേ ദിവസം താമസിക്കാനായിട്ട് പോയിട്ടില്ല. ജസ്റ്റ് 1-2 തവണ പോയി വന്നിട്ടുള്ളൂ. ഇന്ന് എന്തായാലും ഒരു 4-5 ദിവസത്തിനുള്ള പോക്കാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒറ്റക്കാണ് താമസിക്കുന്നത്. നമ്മുടെ വീട്ടിൽ 4-5 ദിവസത്തിനൊക്കെ പോവാണെങ്കിൽ എല്ലാ പണിയും ഒരുക്കണം. അതായത് ബാക്കിയുള്ള കറിയും ചോറും കാര്യങ്ങളും ഫ്രിഡ്ജിലുള്ള എല്ലാതും സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. അങ്ങനെ രാവിലെ തുടങ്ങിയ പരിപാടി 4 മണിക്കാണ് അവസാനിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തറവാട്ടിലൊക്കെ പോയി യാത്ര അറിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായത്. പണി ഒരുക്കുന്നതിനിടയിൽ പിന്നെ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതാണ് അടുത്ത ടെൻഷൻ. എല്ലാതും പെറുക്കി വെച്ചാലും എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ട്. ഇവർക്കാണെങ്കിൽ അവിടെ പോയാൽ ഭയങ്കര ബോറടിയാണ് കേട്ടോ. ഒന്നാമത് പുറത്തിറങ്ങി കളിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് ഇപ്പോൾ റോഡ് സൈഡിലാണ് കേട്ടോ ഒരു താമസം. അതുകൊണ്ട് തന്നെ മദ്രസ പുസ്തകവും ബാഗും കളിസാധനങ്ങളും എല്ലാതും പെറുക്കിയിട്ടാണ് ഞാൻ ഇന്നത്തെ 3 മണിക്ക് എത്താന്ന് പറഞ്ഞ് ഞാനിതാ 7-8 മണിയായിട്ടും വീട്ടിലെത്തിയിട്ടില്ല. ചെല്ലാന്ന് പറഞ്ഞാൽ പിന്നെ അമ്മീപ്പിയും വിളിയായിരിക്കും പോകുന്നില്ലേ, എന്താ എത്താത്തത് എന്ന് ചോദിച്ചാലും 4-5 ദിവസത്തിന് പോകല്ലേ. അപ്പോൾ പിന്നെ ഒരു ഷവായൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ കോട്ടോപ്പാടത്തുള്ള കോർണേഷ് കഫേയിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. രണ്ടാളും നല്ല അഭിപ്രായം പറച്ചിലും സംസാരക്കാണ് കേട്ടോ. ഇങ്ങനെ ഒരുമിച്ച് കിട്ടാറില്ല കേട്ടോ എനിക്ക് വീഡിയോസ്. അഥവാ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് ഡിലീറ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും. അതായത് 2 പേർക്കും വീഡിയോസ് ഇഷ്ടമല്ല. സപ്പോർട്ടായി നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ സച്ചു ആണ് കേട്ടോ. അവനക്ക് പിന്നെ വലിയ കുഴപ്പമില്ല, എന്നാലും അത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ ഇതാ നമ്മളൊരു ഫുൾ ഷവായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫുള്ള് നമ്മൾ വീട്ടിലേക്കും പാർസൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും നമ്മൾ കഴിച്ചിട്ട് പോകല്ലേ. കഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ തണുത്ത് കഴിക്കണം കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ പൈനാപ്പിൾ ലൈമും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പം എൻ്റെ ഒപ്പം TTCക്ക് പഠിച്ചിട്ടുണ്ടായിരുന്ന ഷെനീബാനെ കണ്ടത്. അവൾ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് അവളെ കാണാതെ ഒന്ന് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് എപ്പോഴോ അവൾ എന്നെയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നല്ലപോലെ ഫുഡ് കഴിക്കുന്നതിനിടയിൽ എന്നെയും കൂടെ അവളൊന്ന് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന ഗ്രൂപ്പിക്ക് എന്റെ വീഡിയോസ് വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടോ.